റഷ്യയുടെയും ഇറാന്റെയും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ അപ്പാച്ചെ എന്ന സാങ്കേതിക ഭീമനെ പിടിച്ചു നിൽക്കാനാകുമോ? അപ്പാച്ചെയുടെ ആധിപത്യത്തിന് മുന്നിൽ റഷ്യ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി അവരുടെ S-400 S-500 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഏത് അത്യാധുനിക വിമാനത്തെയും ദൂരത്തു നിന്നു തന്നെ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ഈ റഷ്യൻ വിദ്യയ്ക്ക് മുന്നിൽ അപ്പാച്ചെ നിസ്സഹായനാകുമെന്നാണ് പലരും വാദിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് അപ്പാച്ചെയുടെ ഡിജിറ്റൽ കണ്ണ് പ്രസക്തമാകുന്നത്. റഷ്യൻ റഡാറുകൾക്ക് പിടികൊടുക്കാനാകാതെ കുന്നുകൾക്കും മരങ്ങൾക്കും പിന്നിൽ ഒളിച്ചു നിന്ന് ആക്രമണം നടത്താൻ ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്. പക്ഷേ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നാം കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. തോളിലിട്ട് വെടിയുതിർക്കാവുന്ന മിസൈലുകൾക്ക് പോലും അതിവേഗ ഹെലികോപ്റ്ററുകളെ വീഴ്ത്താനായി. ഇത് അമേരിക്കയുടെ ആത്മവിശ്വാസത്തിന് ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി മറ്റൊരു തരത്തിലുള്ളതായിരുന്നു. അത്യാധുനിക മിസൈലുകൾക്ക് പകരം കാമിക്കസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കൻ കരുത്തിനെ നേരിട്ടിരുന്നത്. അപ്പാച്ചെയുടെ വിലയേറിയ മിസൈലുകൾ ഇത്തരം ചെറിയ ഡ്രോണുകൾക്ക് നേരെ പ്രയോഗിക്കുന്നത് സാമ്പത്തികമായി അമേരിക്ക വലിയ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഹെലികോപ്റ്ററിലിരുന്നു തന്നെ ഡ്രോണുകളെ നിയന്ത്രിക്കുവാനും അവയെ നശിപ്പിക്കാനുമുള്ള MUMT സാങ്കേതിക വിദ്യ അപ്പാച്ചെ ശക്തനാക്കുകയാണ്. ശത്രുവിന്റെ പാളയത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാതെ ഡ്രോണുകളെ അയച്ച് ആക്രമണം നടത്താൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ജാമിംഗ് സംവിധാനങ്ങൾ ഈ ഡിജിറ്റൽ ബന്ധത്തെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ മണ്ണിൽ അപ്പാച്ചെ ഒരു സുരക്ഷിത വേട്ടക്കാരൻ ആണെന്ന് പറയാൻ കഴിയില്ല.